ഇപ്പോ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നു പ്രവാചകൻ. മദീനയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നു, അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു. അവിടെ പ്രവാചകൻ അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി, മാതൃകാ ഭരണഘടന. ആ മാതൃകാ ഭരണഘടനയിൽ, പ്രവാചകന്റെ മാതൃകാ ഭരണഘടനയിൽ അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഭരണഘടന ആയിരുന്നില്ല അത്. അവിടെ മദീനയിൽ പ്രവാചകൻ ഉണ്ടാക്കിയ ഭരണഘടനയിൽ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും അവരുടേതായ വിശ്വാസ പ്രമാണം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ജീവിക്കാനുമുള്ള അവകാശം പ്രദാനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനയാണ്, മാതൃകാ ഭരണഘടനയാണ്. താൻ കൊണ്ടുപോയി നൊണ നട്ടു നോക്ക്, കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. ഇസ്ലാമിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇസ്ലാം കാരുണ്യത്തിന്റെ മതം കൂടിയാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് മതം കൂടിയാണ്. കാരുണ്യത്തിന്റെ മതമാണ്. സങ്കടങ്ങളെ ചേർത്ത് പിടിക്കുന്ന മതമാണ്. ഏറ്റവും വിഷമം അനുഭവിക്കുന്നവനെ ഏറ്റവും കൂടുതൽ സഹായിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു മതം കൂടിയാണ്. എന്റെ പൊന്നുനായിട്ടവരൊക്കെ അറിയിക്കണം. മുഹമ്മദ് നബി ക്രൂരത ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത, കാരുണ്യം മാത്രം ചെയ്ത, ഞാൻ പറയുന്നു മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ്. ജനഗണ മംഗളദായക ജയ ഹേ. കുഴപ്പായ ജനഗണ മംഗളദായക ജയ ഹേ. ദൈവമേ, ചതിച്ചു എന്നാ തോന്നണേ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ജനഗണ മംഗളദായക ജയ ഹേ.